കൊച്ചിയിൽ ഓടുന്ന കാറിൽ വെച്ച് അതിക്രൂരമായി നടി പീഡിപ്പിക്കപ്പെട്ടിട്ട് 8 വർഷമാകുന്നു. നീതിക്കായുള്ള അതിജീവിതയുടെ പോരാട്ടം തുടരുകയാണ്. കേസുകളും തുടരന്വേഷണവും ഹർജികളും ഉപഹർജികളും ഒക്കെയായി വിവിധ കോടതികളിലെ നടപടിക്രമങ്ങൾ. അതിനിടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന നിർണായക തെളിവായ പീഡന ദൃശ്യമടങ്ങിയ മെമ്മറി കാർഡ് മാജിസ്ട്രേറ്റും 2 ജീവനക്കാരും ഉൾപ്പെടെ 3 തവണ തുറന്നു പരിശോധിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വസ്തുതാന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തി. എന്നാൽ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് നീതി തേടി അതിജീവിത രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത്. വിഷയത്തിൽ നീതിന്യായ സംവിധാനം അതിജീവിതയെ കൈയൊഴിഞ്ഞു. നീതിക്കായി ഏത് വാതിലിൽ മുട്ടണം? പ്രതീക്ഷ രാഷ്ട്രപതിയിലും. ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം പ്രേക്ഷകർക്ക്. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ നിയമവിദഗ്ധ അഡ്വക്കേറ്റ് വിമല ബിനു, നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ. ആദ്യം അഡ്വക്കേറ്റ് വിമല ബിനു, നമ്മൾ ഈ കേസ് 2017 ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇതാ 8 വർഷമാകാൻ പോകുന്നു. ഫെബ്രുവരി ആകുമ്പോൾ ഒരുപാട് തവണ പല കോടതികളിലായി, പല ഘട്ടങ്ങളിലായി, പല കേസുകളായി ഒക്കെ ഇത് വന്നതാണ്, നമുക്കറിയാം. അതൊക്കെ എല്ലാം ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വാർത്തയിൽ വന്നത്, നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടൊരു വിവരം 2022 പുറത്തു വന്നല്ലോ. അത് 2018 3 തവണ ഈ മെമ്മറി കാർഡ്, ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്. അതും അങ്കമാലി മാജിസ്ട്രേറ്റ് കൂടാതെ കോടതി ജീവനക്കാർ 2 പേർ. ഇവരുടെ പേര്, വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ കാര്യത്തിൽ ഇത് ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടായി ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നത് കോടതിയിലേക്ക് എത്തി. അവിടെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു അതിജീവിത. എന്നാൽ ആ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചില പരാതികൾ അതിജീവിതയ്ക്കുണ്ടായിരുന്നു. പിന്നീട് അതിന്മേൽ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് കോടതി തള്ളുകയും ചെയ്തു. ഇതെല്ലാമായിട്ടും ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പരിശോധിച്ചു, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ അത് പരിശോധിച്ചത് ആര് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. ഹൈക്കോടതി നടപടിയെടുത്തില്ല. സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയും അനങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതാ രാഷ്ട്രപതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? താങ്കളൊരു നിയമവിദഗ്ധയാണല്ലോ. താങ്കളുടെ നിലപാട് എന്താണ്? താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോടതികളുടെ പലപ്പോഴുമുള്ള നടപടികൾ നമ്മളെ അതിശയിപ്പിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും, നീതി എവിടെ, നീതി പണമുള്ളവനും സ്വാധീനമുള്ളവനും മാത്രമാണോ നീതി എന്ന് ചോദിച്ചു പോകുന്ന, മനസാക്ഷിയോട് ചോദിച്ചു പോകുന്ന ചില ഘട്ടങ്ങളെങ്കിലും നമുക്കിടയിലൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതീവ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയ പവേഴ്സ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് പ്രസിഡന്റിന്റെ പവറിലുള്ളതാണ്. പാർഡനിങ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ഉണ്ട്. എന്നാൽ ഇത്തരത്തില് ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണവും നടപടിയും നടക്കേണ്ട ഒരു കാര്യത്തില് ഇതുവരെ ജുഡീഷ്യറി ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളത് അതിജീവിതയ്ക്ക് മാത്രമല്ല, മൊത്തം ജനസമൂഹത്തിന് നൽകുന്ന, ജുഡീഷ്യറി നൽകുന്ന പ്രതീക്ഷകൾ മങ്ങലേൽക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്തിൽ വിശ്വസിക്കാനാണ്? നമുക്ക് എല്ലാവർക്കും അവസാനമായിട്ട് വിശ്വാസമുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത് ഡിട്രോയിറ്റഡ് ആണ്, പൊല്യൂട്ടഡ് ആണ്, കറപ്റ്റഡ് ആണ്. പറയാതെ വയ്യ. ഇത് പറയുമ്പോൾ നിയമ സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. നിയമ സംവിധാനത്തിൽ ഇപ്പോഴും നമുക്ക് പ്രതീക്ഷകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും പിന്നെ ഇത്തരം ഒരു മെമ്മറി കാർഡ് എന്ന് പറയുന്നത് എവിഡൻസ് ആണ്. ഒരു അത്തരത്തിലൊരു എവിഡൻസിനെ ടാമ്പർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് അതിനകത്തൊരു സിറ്റുവേഷൻ ഉണ്ടായത് എവിടെ നിന്നാണ്? അത് അഡ്വക്കേറ്റ് വിമല ബിനു, ഏറ്റവും ഗുരുതരമായ ഒരു സിറ്റുവേഷൻ അല്ലേ അത്? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണോ അങ്ങനെ ഒരു കാര്യം? അതായത് ഈ അങ്കമാലി മാജിസ്ട്രേറ്റ് ലീന റഷീദ് ഇത് വീട്ടിൽ സൂക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തു വരുന്നത്. കൂടാതെ 2 ജീവനക്കാർ, ശിരസ്തേദാറുമുണ്ട്, ക്ലർക്കുമുണ്ട്. ഇവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശോധിച്ചു എന്നത് പറയുന്നുണ്ട്. വീട്ടിൽ സൂക്ഷിക്കാമെന്ന് താൻ കരുതി എന്നതാണ് മാജിസ്ട്രേറ്റ് പറയുന്നത്. ഇനി ജീവനക്കാരിൽ ഒരാൾ പറയുന്നത് ജില്ലാ ജഡ്ജി പറഞ്ഞിട്ട് പരിശോധിച്ചു എന്ന്. ശിരസ്തേദാർ പറയുന്നതാകട്ടെ ഈ ഫോൺ കാണാതെ പോയി. ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്.
ഇത് തന്നെ എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് അഡ്വക്കേറ്റ് വിമല ബിനു. ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടും കോടതിയുടെ ഭാഗത്തുനിന്നോ, ജുഡീഷ്യൽ സർവീസസിൽ ഒരു രജിസ്ട്രി ഉണ്ട്, നമുക്ക് രജിസ്ട്രാർ ഉണ്ട്, നമുക്ക് ഹൈക്കോടതിയിൽ നമുക്കൊരു രജിസ്ട്രാർ ഉണ്ട്. ജുഡീഷ്യൽ സർവീസസിന് മുകളിലുള്ള ഒരു അതോറിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്യൂമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു, അന്വേഷണം നടത്താമായിരുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിജീവിത ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കോടതികൾക്ക് മുമ്പാകെയും കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പാകെയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ നിൽപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കോടതികളില് നീതി കാര്യമായി ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ. കാരണം ദിവസവും പലപ്പോഴും കോടതികളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സങ്കടത്തോടെ ഇറങ്ങി വരേണ്ടി വന്നിട്ടുള്ള ഒരു അഭിഭാഷകയാണ് ഞാൻ. പലപ്പോഴും നീതിക്ക് അവിടെ വലിയ പ്രാതിനിധ്യം ഉണ്ട്, നീതിക്ക് വേണ്ടി അവിടെ വലിയ മുറവിളികൾ നടക്കുന്നെങ്കിൽ പോലും പലപ്പോഴും പണമുള്ളവനും അധികാരമുള്ളവനും സ്വാധീനമുള്ളവനും വേണ്ടി നിയമങ്ങൾ മാറി എഴുതപ്പെടുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടു നിൽക്കേണ്ടി, നിസ്സഹായരായി ഞങ്ങൾ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. പറയുമ്പോൾ ഞാൻ ജുഡീഷ്യറിയെ അടിച്ചാക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും അല്ല, നമ്മളൊരിക്കലും ജുഡീഷ്യറി അടച്ചാക്ഷേപിക്കരുത്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷ വയ്ക്കുന്നത് ജുഡീഷ്യറിയിൽ തന്നെയാണ്. പക്ഷേ ഈ സംഭവം അതൊരു വസ്തുതയായി അവിടെ നിൽക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുണ്ട് കോടതിയുടെ പക്കൽ. അതൊക്കെ നിൽക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്തുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഇപ്പം അതിജീവിതം ഇത്തരത്തിലൊരു പരാതി പ്രസിഡന്റിന് കൊടുത്താൽ തന്നെ പ്രസിഡന്റിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള പവേഴ്സിന്റെ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. കാരണം പ്രസിഡന്റിന്റെ പവേഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ പ്രസിഡന്റ് നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു, അതിനകത്ത് പിന്നെ സുപ്രീം കോടതി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പ്രസിഡന്റിന്റെ പവറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പാർഡനിങ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. പാർഡനിങ് പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റില് പിന്നെ ഇത്തരത്തില് പിന്നെ പിന്നെ വധശിക്ഷ വിധിക്കുന്ന കേസുകളിൽ പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിന് വേണ്ടി അപ്രോച്ച് ചെയ്യാം. അല്ലാതെ ഇത്തരം കേസുകളിൽ പ്രസിഡന്റ് ഇന്റർവീൻ ചെയ്യാനുള്ള പവറുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിജീവിതം ഉദ്ദേശിച്ചതും അത് തന്നെയാവും. പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതൊരു ചർച്ചയ്ക്ക് കൊണ്ടുവരിക, അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. എവിടെ നിന്നാണ് നീതി ലഭിക്കാതിരുന്നത്? നിയമ സംവിധാനത്തിൽ നിന്നാണ് നമുക്ക് നീതി ലഭിക്കാതെ വന്നത് എന്നുള്ളതാണ് അത്യന്തം വേദനാജനകമായ കാര്യം. മജിസ്ട്രേറ്റ് അവരുടെ വീട്ടിലാണോ എവിഡൻസ് സൂക്ഷിക്കേണ്ടത്, ഫയലുകൾ സൂക്ഷിക്കേണ്ടത്? അവർക്ക് അതിനായി കോടതിയിൽ സംവിധാനങ്ങളില്ലേ? അപ്പൊ മജിസ്ട്രേറ്റിന് സൂക്ഷിച്ചു വെക്കാമെന്ന് കരുതി എന്ന തരത്തിലേക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകളാണ്, വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് ആണ്. ഒരിക്കലും മജിസ്ട്രേറ്റിന് സ്വന്തം വീട്ടിൽ ഈ ഫയലുകളോ എവിഡൻസോ ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അതിന്റെയൊക്കെ കസ്റ്റോഡിയൻ സൂപ്രണ്ടാണ്. അതൊക്കെ കോടതി മുറികളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് മജിസ്ട്രേറ്റിന്റെ പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോവുക? അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് there is some high-handedness. There was some other involvements that which have happened in between എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മള് കാശുള്ളവന്റെ കൂടെയും പണമുള്ളവന്റെ കൂടെയും അധികാരവും സ്വാധീനവും ഉള്ളവന്റെ കൂടെയും വലിയ വക്കീലുള്ളവന്റെ കൂടെയും നിയമം പോകുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതാണ് ഈ കേസിലും സംഭവിച്ചതെന്നുള്ളത് അതിദയനീയമായ കാരണമാണ്. കാരണം രജിസ്ട്രാർക്ക്, ജുഡീഷ്യൽ രജിസ്ട്രാർക്ക് ഒരു നടപടി എടുക്കുന്നതിലും ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നതിലും ഇതിനു വേണ്ട കുറ്റക്കാർക്കെതിരെ നടപടികൾ എടുക്കുന്നതിലും യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ കോടതികൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചു എന്നുള്ളത് നീതിക്കായുള്ള അതായത് സഹപ്രവർത്തകരെ സംരക്ഷിക്കൽ അതാകുമോ? ഇപ്പോ ഇവിടെ ഈ കാര്യത്തിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് ആരാണ്? സഹപ്രവർത്തകരെ സംരക്ഷിക്കുക എന്നതാണോ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജുഡീഷ്യറിയും ചെയ്തിരിക്കുന്നത്? എല്ലാ കേസുകളിലൊന്നും ആരും രജിസ്ട്രാർക്ക് നടപടി എടുക്കാതെ പോകാറുമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കേസിൽ നടപടി എടുത്തില്ല എന്നുള്ളത് വസ്തുക്കൾക്ക് വിധേയമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പലപ്പോഴും നീതി സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. പിന്നെ ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസസിലെ, എസ്പെഷ്യലി കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കാലത്തൊക്കെ ഒരുപാട് ഊറ്റം കൊണ്ടിരുന്ന സംവിധാനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അത്തരം പ്രതീക്ഷകളൊക്കെ എന്നെ പോലുള്ള അഭിഭാഷകർക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ജുഡീഷ്യറി വളരെ കറപ്റ്റഡ് ആയി, വളരെ കറപ്റ്റായി എന്നാണ് താങ്കൾ പറയുന്നത്.